ഇത് പിള്ളേര് പറഞ്ഞ പോലെ ഇലുമിനാന്റിയാണ്. എടോ അൻവർ, താനിതിന്റെ റൈറ്റും റോങ്ങും ഒക്കെ പിടിച്ചോണ്ടിരിക്കാൻ പോകണോ? എൻ്റെ മാഡം, നമ്മളൊക്കെ എത്ര നാളായിട്ട് ഈ സർവീസിൽ കയറിയിട്ട് ഇവരോടൊക്കെ ചോദിക്കേണ്ട രീതിയിൽ വേണം ചോദിക്കാൻ. എടാ ഭീമ, രണ്ട് ഇഷ്ടിക മാറ്റി വയ്ക്കാൻ പറഞ്ഞപ്പോഴേക്കും നീ അവിടെ പിടിച്ച് അങ്ങോട്ട് നികത്തിയില്ലേ? ഡാഡി എന്നല്ല പറഞ്ഞാലുണ്ടല്ലോ. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഷെയ്ൻ നിഗത്തിൻ്റെ വോയിസാണ്. ഷെയ്ൻ നിഗത്തിൻ്റെ ലൈവ് വോയിസ് ഇത്തിരി ഒരു സ്ക്രാച്ച് ചെയ്തതുള്ളതുകൊണ്ട്, ഇത്തിരി വിവാദം ഉള്ളതുകൊണ്ട് ഞാൻ കുംബ്ലങ്ങി നൈറ്റ്സ് തന്നെ നോക്കാം. കുംബ്ലങ്ങി നൈറ്റ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കുമല്ലോ. മുതലെടുക്കണ സജി, താമ്പിന് വലിയ പണിക്കാരനാണല്ലോ. താനാ തമിഴനെ ഓസിയിട്ടല്ലോ ജീവിക്കണേ. നന്നാവൂല സജി. എടോ, നെക്കിയിലൊരു കിസ് അടിച്ചോട്ടെ. എന്താടാ ഇത്, കഥകളി പദവോ? താങ്ക് യു. അടുത്തായിട്ട് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കും. നമുക്ക് കിലുക്കത്തിൽ ജഗതിയുടെയും ഇന്നസെൻറ്റിൻ്റെ പെർഫോമൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിൽ ജസ്റ്റ് ഒരു സീനിൽ സ്കോർ ചെയ്തിരിക്കുന്നത് ജഗതി മാങ്ങാത്തൊലി എഴുന്നേറ്റ് പോകണോ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂറിസ്റ്റ് ഗൈഡിനോട് ചൂടാവുന്നുണ്ട്. പൂജപ്പരുവി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ റോൾ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. മരിച്ചുപോയി, മരണപ്പെട്ടു ഒരു വർഷം മുമ്പ്. ഞാൻ പൂജപ്പരുവിയുടെ ആ ഒരു ക്യാരക്ടർ, ആ ഹോസ്പിറ്റൽ സീൻ, മോഹൻലാലും ജഗതിയുടെ ഇടയും കയറി ഒന്ന് ഇൻ്റർഫിയർ ചെയ്യണ ടൂറിസ്റ്റ് ഗൈഡ് പൂജപ്പരുവി. ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആണ്, ഹാർട്ട് പേഷ്യൻ്റ് ആണ്. താങ്ക് യു. അടുത്തായിട്ട് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ജോക്കറിൻ്റെ വോയിസാണ്. വൈ സോ സീരിയസ് ജോക്കർ, നമ്മുടെ മറ്റേ ഡാർക്ക് നൈറ്റിൽ, ബാറ്റ്മാൻ ഡാർക്ക് നൈറ്റിലെ വൈ സോ സീരിയസ് ജോക്കർ, ഹീത്ത് ലെഡ്ജറിൻ്റെ ജോക്കർ വോയിസാണ്. വില്ലൻ ജോക്കർ. Do you wanna know how I got this, guys? My father was a drinker and a fiend. One night he goes so crazy. Mommy got the kitchen knife to defend herself. It isn't like that, not one bit. So me watching, he takes the knife to her, laughing while he does it. He turns to me with the knife. Why so serious? He comes to me with the knife. Why so serious? He sticks a blade in my mouth. Let's put a smile on his face. And why so serious? Now our operation is small. It takes a lot of potential for aggressive expansion. Make it fast, try it out. You know, you remind me of my father. I hated my father, but I love you. You must be her excuse. But you look nervous. This is a scars. Oh, little fighting you. I like it. Thank you. അടുത്തായിട്ട് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഷാറുഖ് ഖാൻ്റെ ബാസിഗറിലെ വോയിസാണ്. നമുക്ക് 2K കിഡ്സിന് എന്തോരം ഫെമിലിയർ ആയിരിക്കും അറിയില്ല. ഞാൻ 90s വോയിസാണ്. ഡോൺ ആ ഒരു ടൈമിലുള്ള വോയിസ് അല്ല, ബാസിഗർ ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള റോളാണ്. SRK ഷാറുഖ് ഖാൻ്റെ. അജയ് ശർമ്മ എലിയസ് വിക്കി മൽഹോത്ര. अरे माँ ये क्या हाल बन रखा है माँ, देखना चाहती हो आओ मेरे साथ आओ प्रिया, मैं नहीं बोला ये मेरी माँ है, मगर से कभी कभी याद आता है कि मैं इसकी बेटा हूँ। अरे किसी प्रोड्यूसर से हो उड़ने की बात परिंदे करते हो मदन चोपड़ा, तुमने हो बहन पल भी नहीं याद कर जिस रेस के मैदान में मैं तुझे अपने गुरु मानकर गले लगाया। 15 साल से जो खून मेरी माँ की आंखों में आंसू बनकर रखता रहा, आज उसका बांध तूने तोड़ दिया है। अब जरा आएगा मदन चोपड़ा, जरा आएगा। താങ്ക് യു. അടുത്തായിട്ട് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് സഞ്ജയ് ദത്തിൻ്റെ വോയിസാണ്. സഞ്ജയത്തിൻ്റെ വോയിസ് അത്ര ഫെമിലിയർ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. KGF വില്ലൻ, ലിയോയിൽ ഒരു ആൻറ്റി വില്ലനായിട്ട് ചെയ്യുന്നുണ്ട്. മുന്നാബൈ MBBS ലോക്കൺവാലയിലെ ആ ഒരു ക്യാരക്ടർ റോളാണ് സഞ്ജയ് ദത്ത്. വിവാദ നായകൻ തന്നെയാണ്, ഷെയ്ൻ നിഗത്തിൻ്റെ പോലെ. सड़के उस जादू की जबी मुझे भी दिखा देना यार, अपन का जमाल है ना वो भी बंद हो गया। चिंकी तुम बहुत बदली यार, अरे ये तेरा सोने का नहीं रे मामू, तुम्हारे और हमारे बीच में एक ही मामला है, मारो या मारो, तुम फिक्र ना मत करो, तुम्हारा लाश किसी गटर में पड़ेगा। താങ്ക് യു. അടുത്തായിട്ട് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദി ഞാൻ കുറച്ചൊക്കെ ഫെമിലിയർ അല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ശക്തി കപൂറിൻ്റെ വോയിസ്. നമുക്ക് ശക്തി കപൂർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ലൂസി
ലൂസിഫറിൻ്റെ ക്ലൈമാക്സ് ആരും മറക്കില്ല. മോഹൻലാലിനെ പൃഥ്വിരാജ് ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഏജ്ഡ് ആയിട്ടുള്ള പ്രായം ചെന്ന ബിസിനസ് മാഗ്നറ്റാണ് അയാളുടെ. അതിൽ ഇത് ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ചെയ്യാം, എന്നിട്ട് അയാളുടെ പഴയ ഒരു ക്യാരക്ടർ റോളും കൂടി ഒന്ന് നോക്കാം. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു റോള്. काबू का है, दाऊद है, ओसामा का बेटा है, तेरा औकात क्या है, अरे तो हो कौन? അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ഇബ്രഹാം ഖുറേഷി എന്ന് മോഹൻലാൽ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരനൊന്ന് ഷോക്കായിട്ട് നിൽക്കും. അപ്പം ഈ ശക്തി കപൂറിൻ്റെ തന്നെ ഈ ചോട്ടാ മുംബൈയിലെ ഭീമൻ്റെ ഒക്കെ പോലത്തെ ഒരു റോളുണ്ട് ഹിന്ദിയിൽ തന്നെ, ഇൻസ്പെക്ടർ ബിണ്ട. ആ ഒരു ക്യാരക്ടർ റോള് ഞാനൊന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. आवा मुलायम से कभी बात नहीं हुआ, क्या बात करो कौशल्या मेरी जान, मैं पागल का इंस्पेक्टर लाया, तुम लोगों को बढ़ता हो अंडा, कैसा लगा मेरा डायलॉग? आओ आओ ललिता तत्तू है जूता सर पर या पैरों में, आओ ललिता. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദി. നിങ്ങൾക്ക് സിങ്ക് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്തായാലും നമുക്ക് ഹിന്ദി കഴിഞ്ഞിട്ട് മലയാളത്തിലേക്ക് തന്നെ വരാൻ ഞാൻ ശ്രമിക്കാം. ഹിന്ദിയിൽ നമ്മുടെ ഈ അംജദ് ഖാൻ അനശ്വരമാക്കിയ ഷോലയിലെ ഗബ്ബർ സിംഗ് എന്ന് പറഞ്ഞ ആ റോള് ഒന്ന് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ ഇത് ഔട്ട്ഡേറ്റഡ് ആണ്, ചില സീനിയേഴ്സിനൊക്കെ അറിയാൻ പറ്റും. നമുക്കറിയാം കുമ്പളങ്ങി നൈറ്റ്സിലെ ഫാസിലിൻ്റെ ഒക്കെ പോലത്തെ ഒരു നാഷണൽ രീതിയിൽ അംഗീകരിക്കപ്പെട്ട വില്ലനാണ് അംജദ് ഖാൻ്റെ गब्बर सिंह. कितने आदमी थे वो दो थे और तू भी, फिर भी वापस आ गए खाली हाथ. क्या समझ कर आया कि सरदार बहुत खुश होगा? अरे ओ सांबा, कितना इनाम रखा है सरकार ने हम पर? सुना, पूरे 50,000. वो इनाम इसलिए है, वो 50 को गाँव में जब एक बेटा रात को रोता है, उसका माँ उसे कहता है मेरे बेटा सो जाए नहीं तो गब्बर सिंह आ जाएगा. और इन हरामजादे गब्बर सिंह का नाम पूरा मिट्टी में मिला दिया. इसकी ज्यादा मिलेगी, बराबर मिलेगी. याद है ठाकुर, तूने तो कहा था ना ये हाथ नहीं बासी का बंदा है, ये